നമസ്കാരം, ഞാൻ അജിത്. എല്ലാവർക്കും ലേണേഴ്സ് ലൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ്റെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലുള്ള ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏത് ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഡിപ്രിസിയേഷൻ്റെ തിയറി പാർട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക, അതിനുശേഷം ഈ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം തുടങ്ങിയാലോ? നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. അതിലെങ്ങനെയാണ് ഡിപ്രിസിയേഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യം നോക്കാം. ഈ മെത്തേഡിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എല്ലാ വർഷവും, അതായത് നമ്മുടെ അസറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയും കാലം, ആ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ അത്രയും കാലം ഒരേ ഡിപ്രിസിയേഷനാണ് അല്ലെങ്കിൽ ഒരേ തേയ്മാനമാണ് നമ്മുടെ അസറ്റിന് സംഭവിക്കുന്നത് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ രീതിയിൽ ഡിപ്രിസിയേഷനെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ ഒരു ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഡിപ്രിസിയേഷൻ തന്നെ എല്ലാ വർഷവും നമ്മൾ അസറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് അസറ്റിൻ്റെ വാല്യൂ കുറയ്ക്കുന്നു. ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടാണ് ഈ മെത്തേഡിൽ നമ്മൾ എല്ലാ വർഷവും അസറ്റിലേക്ക് ചാർജ് ചെയ്യുന്നത്. നോക്കാം. എ ഫിക്സഡ് ആൻഡ് ഈക്വൽ എമൗണ്ട് ഈസ് ചാർജ്ഡ് ആസ് ഡിപ്രിസിയേഷൻ ഇൻ എവറി അക്കൗണ്ടിങ് പീരീഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ ലൈഫ് ടൈമിൽ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട്, അതുപോലെ ഈക്വൽ ആൻഡ് ഫിക്സഡ് എമൗണ്ട് ആണ് ഡിപ്രിസിയേഷനായിട്ട് എല്ലാ വർഷവും നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. ഫോർമുലയുണ്ട്. ആ ഫോർമുലയിൽ വരുന്ന 3 മേജറായിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തേത് കോസ്റ്റ് ഓഫ് അസറ്റ്. അസറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ അസറ്റ് വാങ്ങിക്കുന്ന ചാർജ് മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ ലൈനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഫ്ലോയിലേക്ക് ഈ അസറ്റ് റെഡി ആവുന്ന അതുവരെയുള്ള എല്ലാ കോസ്റ്റും അതിൻ്റെ വാല്യൂ ആയിട്ട് തന്നെ, ആ അസറ്റിൻ്റെ കോസ്റ്റായിട്ട് തന്നെ എടുക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. ഈ പർച്ചേസ് ചെയ്ത അസറ്റ് നമ്മുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ചിലപ്പോൾ ഫ്രൈറ്റ് ചാർജ് വേണ്ടി വരും. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ട്രാൻസിറ്റ് ഇൻഷുറൻസിൻ്റെ ചാർജസ്, ഇനി അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന ചാർജ്, രജിസ്ട്രേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, നമ്മൾ ഈ അസറ്റ് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും കമ്മീഷൻ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ, അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആവശ്യമുള്ള എന്തെങ്കിലും എക്യുപ്മെൻ്റ് ആണ് അല്ലെങ്കിൽ മെഷീനറി ആണെന്ന് വെച്ചാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ പൈസ, ഇതെല്ലാം ചേർന്നിട്ടുള്ള കോസ്റ്റാണ് ആ അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ജസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റ് മാത്രമല്ല, ഫ്രൈറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മീഷൻ, ഇതെല്ലാം ചേർന്നിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് വരുന്ന കോസ്റ്റാണ്. അടുത്ത ടേമാണ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അസറ്റ് ഇപ്പോൾ നമ്മളൊരു അസറ്റ് വാങ്ങിച്ചു, ഇതൊരു 10 വർഷത്തേക്കാണ് നമ്മൾ വിചാരിക്കുന്നത്. 10 വർഷം ഈ അസറ്റ് നമ്മുടെ അടുത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ 10 വർഷമായിരിക്കും ഇത് വൃത്തിയായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ 10 വർഷം കഴിഞ്ഞിട്ട് ഈ അസറ്റ് വിറ്റാൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ എന്ത് വാല്യൂ ആണ് നമുക്കിത് സെയിൽ ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള വാല്യൂ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനം സ്ക്രാപ്പായിട്ട് വിൽക്കും. ആ സ്ക്രാപ്പായിട്ട് വിൽക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടും. സെയിം അതേ മെത്തേഡിനാണ് ഇവിടെ. നമ്മൾ ഈ അസറ്റ് ഒരുപാട് കാലം ഉപയോഗിച്ചു, അതിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ അത്രയും നന്നായി ഉപയോഗിച്ചു. ഇനി അത് നമ്മൾ വിൽക്കുകയാണ്. ഇനി ആ സെറ്റ് നമ്മുടെ ഫാക്ടറിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരുന്നുണ്ട്. നമ്മളത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ളൊരു എമൗണ്ട്, ആ എമൗണ്ടിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. അടുത്തൊരു ടൈമാണ് യൂസ്ഫുൾ ലൈഫ്. യൂസ്ഫുൾ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസറ്റ് എത്ര കാലം നമ്മുടെ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഫേമിൽ യൂസ് ചെയ്യുമ്പോൾ എക്കണോമിക്കലി വയബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മളൊരു അസറ്റ് വാങ്ങിച്ചു, നമ്മൾ ആ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫായിട്ട് കാണുന്ന 5 വർഷമാണെന്ന് വയ്ക്കുക. എന്ന് വെച്ചാൽ ആ 5 വർഷമായിരിക്കും ഈ അസറ്റ് നമ്മുടെ പ്രൊഡക്ഷൻ ലൈനിൽ പ്രോഫിറ്റബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞാലും ഈ അസറ്റ് നമുക്ക് ഫിസിക്കലി അവിടെ ഉണ്ടാവും, ചിലപ്പോൾ ഈ അസറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ 5 വർഷം കഴിഞ്ഞ് ഈ അസറ്റ് യൂസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അത് പ്രോഫിറ്റബിളി യൂസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആ അസറ്റിൻ്റെ തേയ്മാനം കൊണ്ട് പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ ലൈനിൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടാനായിരിക്കും സാധ്യത. അപ്പോൾ എത്ര കാലം ഈ അസറ്റ് എക്കണോമിക്കലി അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ലൈനിൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു കാലയളവിനാണ് യൂസ്ഫുൾ ലൈഫ് ഓഫ് എൻ അസറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ് ഡിപ്രിസിയേഷനായിട്ട് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത്.
ആ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ 3 പാർട്ടുണ്ട്. ഒന്ന് കോസ്റ്റ് ഓഫ് അസറ്റ്. നമ്മൾ നേരത്തെ കോസ്റ്റ് ഓഫ് അസറ്റ് എന്താണ്, അതിൽ എന്തൊക്കെ ആഡ് ചെയ്യുന്നുള്ളത് നേരത്തെ പറഞ്ഞു. അടുത്ത ഒരു ഏരിയ വരുന്നത് സ്ക്രാപ്പ് വാല്യൂ ആണ്. പിന്നെ യൂസ്ഫുൾ ലൈഫ്. കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ ഡിഡക്റ്റ് ചെയ്യുക. അതായത് നമ്മൾ അസറ്റിൻ്റെ കോസ്റ്റ് നിന്ന് വിൽക്കുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ളൊരു വാല്യൂ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ വാല്യൂ ഡിഡക്റ്റ് ചെയ്യുക. ഈ ഡിഡക്റ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ യൂസ്ഫുൾ ലൈഫ് വെച്ച് ഡിവൈഡ് ചെയ്യാം. അതായത് ഇപ്പം 10,000 രൂപയാണ് നമ്മുടെ അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് വിചാരിക്കുക. ഒരു 1000 രൂപ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടുന്നു. 10 വർഷത്തേക്കാണ് നമ്മൾ യൂസ്ഫുൾ ലൈഫ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000-ൽ നിന്ന് 1000 കുറച്ച് 9,000 കിട്ടി. ഈ 9,000-നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടും 900 രൂപയാണ് എല്ലാ വർഷവും നമ്മൾ ചാർജ് ചെയ്യേണ്ട ഡിപ്രിസിയേഷൻ. ഈ 900 രൂപയാണ് എല്ലാ വർഷവും നമ്മൾ ഡിപ്രിസിയേഷനായിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ചേഞ്ചും വരാൻ പോകുന്നില്ല. അത് ഫിക്സഡ് എമൗണ്ട് ആണ്. അത് തന്നെയായിരിക്കും എല്ലാ വർഷവും ഈക്വൽ ആൻഡ് ഫിക്സഡ് എമൗണ്ട് ആയിട്ട് നമ്മൾ ഈ 900 തന്നെ എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നു. ഇനി ഡിപ്രിസിയേഷൻ്റെ പെർസെൻറ്റേജ് കാണണമെങ്കിൽ, അതായത് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. എത്ര ശതമാനമാണ് നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ ആദ്യം ഇവിടെ ആനുവൽ ഡിപ്രിസിയേഷൻ എമൗണ്ട്, അതായത് നമ്മളിവിടെ നേരത്തെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച എമൗണ്ടിനെ അസറ്റിൻ്റെ കോസ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അതിനെ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എത്രയാണെന്നുള്ളത് കിട്ടും. ഈ 2 ഫോർമുലയും കാണാപ്പാടം പഠിക്കില്ല. ഇതിൽ ഓരോ ആസ്പെക്റ്റും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് നമുക്ക് ഓർമ്മയിൽ നിൽക്കും. ഇനി നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോഴുള്ള കുറച്ച് ജേണൽ എൻട്രീസ് നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിനുള്ള 3 മെയിൻ എൻട്രീസ് ആണുള്ളത്. അതിലാദ്യത്തെ എൻട്രി വരുന്നത് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ്. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ, അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ക്രെഡിറ്റ് പാർട്ടായിട്ട് വരിക ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. അതായത് ഒരു 10,000-ന് താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ടാണ് മിക്കവാറും കൊടുക്കുക. അതല്ല 10,000-ന് മേലെ ആണെങ്കിൽ ആരും ക്യാഷ് ആയിട്ട് കൊടുക്കില്ല, ബാങ്ക് ആയിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് വരുമ്പോൾ ഇവിടെ അസറ്റ് ഡിക്രീസ് ചെയ്യാണ്, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അതല്ല നമ്മൾ ക്രെഡിറ്റിലാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻഡേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു എൻട്രിയാണ് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രി. ഇനി എല്ലാ വർഷവും ഇയർ എൻഡിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. അസറ്റിലേക്ക് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. ആ സമയത്ത് വരുന്ന 2 എൻട്രികളാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ അസറ്റിലേക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ എന്താ ഡിപ്രിസിയേഷൻ എന്താണ്, എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, നമ്മൾ അത് ഡെബിറ്റ് ചെയ്തു. അതുപോലെ അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണ്, അപ്പോൾ നമ്മളത് ക്രെഡിറ്റ് ചെയ്തു. ഫസ്റ്റ് എൻട്രി എന്താ, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഡിപ്രിസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ അതിനുള്ള എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ഡിപ്രിസിയേഷനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം ചെയ്തിട്ട് എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലുള്ള ഡിപ്രിസിയേഷൻ്റെ കാൽക്കുലേഷനും അതിൻ്റെ എൻട്രീസൊക്കെ എങ്ങനെ പോസ്റ്റ് ചെയ്യാൻ നോക്കിയാലോ. ഇത് NCERT-യുടെ +1 ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയൊരു നല്ല പ്രോബ്ലമാണ്. വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നൊരു പ്രോബ്ലമാണ്. ഇതിൽ ജസ്റ്റ് കമ്പനിയുടെ പേരും ഡേറ്റും മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇത് NCERT-യുടെ +1 ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. അർജുൻ ആൻഡ് ബ്രോസ് പർച്ചേസ്ഡ് എ പ്ലാൻ ഫോർ 5 lakh ഓൺ April 1st, 2023. പിന്നെ ഇൻസ്റ്റലേഷൻ ചാർജ് ആയിട്ട് ഒരു 50,000 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സാൽവേജ് വാല്യൂ കൊടുത്തിട്ടുള്ളത് 10,000-ഉം യൂസ്ഫുൾ ലൈഫ് 10 years ആണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023-24 ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫസ്റ്റ് 3 yearsലേക്കുള്ള പ്ലാൻഡ് അക്കൗണ്ടും ഡിപ്രിസിയേഷൻ അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ എല്ലാ വർഷവും അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് March 31 പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെയ്തു തുടങ്ങാം. നമുക്ക് ആദ്യം ആനുവലി ചാർജ് ചെയ്യേണ്ട ഡിപ്രിസിയേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ ഡിഡക്റ്റ് ചെയ്തിട്ട് അതിനെ യൂസ്ഫുൾ ലൈഫ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് അസറ്റ് 5 lakh ആണ് പ്ലാന്റിൻ്റെ കോസ്റ്റ് വന്നത്. ഇൻസ്റ്റാളേഷന് 50,000 വന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റായിട്ട് 5,50,000 എടുക്കാം. അടുത്ത സ്ക്രാപ്പ് വാല്യൂ ആണ്. സ്ക്രാപ്പ് വാല്യൂ 10,000 ആണ്, ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് യൂസ്ഫുൾ ലൈഫാണ്. അതും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. യൂസ്ഫുൾ ലൈഫ് 10 years ആണുള്ളത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 5,50,000 നിന്ന് 10,000 കുറയ്ക്കുന്നു, അതിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 5,40,000 ഡിവൈഡ് ബൈ 10
ആനുവൽ ഡിപ്രീസിയേഷൻ 54,000. അപ്പോൾ നമ്മൾ ആനുവലി ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് 54,000 ആണ്. ഇനി നമുക്ക് ജേണലിലേക്ക് പോകാം. ജേണൽ എൻട്രീസിൽ ആദ്യം നമ്മൾ പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്ന എൻട്രിയാണ് കൊടുക്കുന്നത്. നമ്മളോട് 23-24 ജേണൽ എൻട്രീസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ വർഷത്തെ ജേണൽ എൻട്രി മാത്രമേ നമ്മളോട് കാണിക്കുന്നുള്ളൂ. പിന്നെ ഈ പ്ലാന്റിൻ്റെ കോസ്റ്റ് ഇവിടെ 5,50,000 ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പ്ലാന്റ് വാങ്ങിച്ചത് 5 lakh, അതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ ചാർജ് 50,000, അത് വേണമെങ്കിൽ രണ്ടായിട്ടും കാണിക്കാം. സെയിം എൻട്രി ആയതുകൊണ്ടാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എൻട്രി നോക്കാം. ഫസ്റ്റ് April 2023 പ്ലാന്റ് അക്കൗണ്ട്. പ്ലാന്റ് എന്താണ്? അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു 5,50,000. ടു ബാങ്ക് അക്കൗണ്ട്, ഇവിടെ എന്താ? അസറ്റ് ഡിക്രീസ് ചെയ്തു, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു 5,50,000. ഇതാണ് പ്ലാന്റ് പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റലേഷൻ കൂടി ചാർജും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് എൻട്രി വരുന്നത് ഇതാണ്. ഇനി ആ വർഷം അവസാനം, അതായത് ഇയർ എൻഡിങ്ങിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന 2 എൻട്രീസ്. അപ്പോൾ 31st March 2024 ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്ലാന്റ് അക്കൗണ്ട്, അതായത് പ്ലാന്റ് അക്കൗണ്ടിലേക്ക് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് നമ്മൾ ചാർജ് ചെയ്യുന്നു 54,000. ഇനി ഇതേ ഡിപ്രിസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. 31/3/2024 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട് 54,000. ഈ 3 ജേണൽ എൻട്രിയാണ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. ആദ്യം പർച്ചേസ് ചെയ്യുമ്പോൾ പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, പിന്നെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്, പ്ലാന്റിലേക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന എൻട്രി ഇയർ എൻഡ് ആകുമ്പോൾ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്ലാന്റ് അക്കൗണ്ട്, പിന്നെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്ലാന്റ് അക്കൗണ്ട് ഉണ്ടാക്കാം. ഇതാണ് പ്ലാന്റ് അക്കൗണ്ട്. ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ഇവിടെ ഈ പർട്ടിക്കുലേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജേണൽ ഫോളിയൻ്റെ ഒരു കോളം കൂടി ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരച്ചോളൂ. ഞാനിപ്പോൾ ഈ പവർ പോയിന്റിൽ കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ആ കോളം ഒഴിവാക്കിയതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എൻട്രി നോക്കാം. 1/4/23 പർച്ചേസ് ചെയ്യുന്നു, പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നു, പ്ലസ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഈ ചാർജും കൂടെ ചേർത്ത് ബാങ്ക് ഡെബിറ്റ് ചെയ്യുന്നു. പ്ലാന്റ് അക്കൗണ്ടിൽ ബാങ്ക് എന്ന് പറഞ്ഞ എൻട്രി ഡെബിറ്റ് ചെയ്ത് 5,50,000. ആ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ നമ്മൾ പ്ലാന്റിലേക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത എൻട്രി ക്രെഡിറ്റ് ചെയ്യുന്നു. ഡിപ്രിസിയേഷൻ ക്രെഡിറ്റ് ചെയ്യുന്നു 54,000. അക്കൗണ്ടിൽ ബാലൻസ് ചെയ്യുന്നു. ഈ സൈഡ് 5,50,000, ഈ സൈഡ് നമ്മൾ 5,50,000 ഇടുന്നു. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്ന ബാലൻസ് ആയിട്ട് 4,96,000. ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. ഫസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് ഇതാണ്. ഇത് തന്നെ നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. 1/4/24 ബ്രോഡ് ഡൗൺ ബാലൻസ് എത്രയാണ്? 4,96,000. ആ വർഷം സെയിം എൻട്രീസ് തന്നെ, അതായത് ഇയർ എൻഡിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നു. 31/3/25 ഡിപ്രിസിയേഷൻ 54,000. അതിനുശേഷം ബാലൻസ് ചെയ്യുന്നു. ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് 4,42,000 ക്യാരി ഡൗൺ ചെയ്യുന്നു. ഇത് തന്നെ നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. 1/4/25 4,42,000. മൂന്നാം വർഷത്തിൻ്റെ ഇയർ എൻഡിൽ ആ വർഷത്തെ ഡിപ്രിസിയേഷൻ ആയിട്ടുള്ള 54,000 നമ്മൾ ചാർജ് ചെയ്യുന്നു. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് എമൗണ്ട് ആയിട്ട് ക്ലോസിംഗ് ബാലൻസ് 3,88,000 വരുന്നു. ഇത് തന്നെ നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ഇതാണ് പ്ലാന്റ് അക്കൗണ്ട്. ഇനി നമുക്ക് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് കൂടി നോക്കാം. ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ എൻട്രീസ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഡെബിറ്റ് സൈഡിൽ 31/3/24 നമ്മൾ പ്ലാന്റിലേക്ക് ചാർജ് ചെയ്ത പ്ലാന്റ് അക്കൗണ്ടിൽ നമ്മളിവിടെ ഡിപ്രിസിയേഷൻ കൊണ്ട് 54,000 കണ്ടോ, ഇവിടെ 54,000 ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചിരുന്നു. അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ടുള്ള എൻട്രി ഇവിടെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് 54,000 നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യുന്നു. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നു. ടാലി ആയി പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിലും സെയിം എൻട്രീസ് തന്നെ 31/3/25 പ്ലാന്റ് അക്കൗണ്ടിലേക്ക് 54,000 ചാർജ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് 54,000. തേർഡ് ഇയറിലും സെയിം പ്ലാനിലേക്ക് 54,000. ക്ലോസിംഗ് ഡേറ്റ് ക്രെഡിറ്റ് സൈഡിലും 54,000. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ഇന്ന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ചെയ്തത്. ഏത് ബിഗിനേഴ്സിനും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആ പ്രോബ്ലം ചൂസ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.